ഒരു അമ്മയെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. 3 മക്കളുടെ അമ്മയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ആദ്യ നാളുകളിലൊന്നും ജീവിത പങ്കാളിയെ അങ്ങനെ മനസ്സിലാക്കാനായി സാധിച്ചില്ല. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള മാനസിക രോഗത്തിന് ഇദ്ദേഹം അടിമപ്പെട്ടിരുന്നു. കൂടെ താമസിക്കുന്നവർക്ക്, ചേർന്ന് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ മാനസിക വൈകല്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതം മുമ്പോട്ട് പോവുകയാണ്. വർഷങ്ങൾ കഴിയും തോറും വലിയ ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരോടൊക്കെ പറയുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചുമില്ല. മനസ്സിലാക്കിയെങ്കിൽ തന്നെ അതേ രീതിയിൽ പ്രതികരിക്കാനായിട്ടും സാധിച്ചില്ല. വലിയ വ്യതയിലൂടെ ഈ സഹോദരി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അടുക്കലേക്ക് ഈ സഹോദരി പോവുകയാണ്. ടോക്സിക് ആയിട്ടുള്ള വലിയ വിഷമമയമായ ജീവിത രീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു, വിവാഹമോചനം അല്ലെങ്കിൽ സെപ്പറേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു. ഈ സഹോദരിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. സഭയുടെ നിയമവും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ നിയമമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ലഭിക്കാനുള്ള അർഹത ഈ സഹോദരിക്കുണ്ട്. എന്നാൽ ഏകദേശം 2-3 വർഷങ്ങൾ ചികിത്സയിലൂടെ ഈ സഹോദരി കടന്നു പോകേണ്ടിയിരുന്നു. മനസ്സിനെ ഒന്ന് ഉണർത്താൻ, ആ ട്രോമയിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഈ സഹോദരി വളരെയധികം കഷ്ടപ്പെട്ടു. ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ സഹോദരി ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ അമ്മയിൽ കാണാൻ സാധിച്ച ചില കാര്യങ്ങളുണ്ട്. വലിയ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും ഒക്കെ കടന്നു പോകുമ്പം ആരോടും ഒന്നും പറയാനും സാധിക്കുന്നില്ല. പറഞ്ഞാൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. എന്നാൽ എല്ലാം മാറി ജീവിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടെ തിരിച്ചു വന്നപ്പോൾ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി. സ്വന്തം മാതാപിതാക്കളെയും ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെയും ഒക്കെ സ്വീകരിക്കാനും വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കാനുമുള്ള വലിയ മനസ്സ് കാണിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ മക്കള്. സ്നേഹമുള്ളവരെ, ഇതാണ് വിശ്വസ്തത, ഇതാണ് യഥാർത്ഥമായ സ്നേഹം. എങ്ങനെ ഇതുപോലെ പ്രവർത്തിക്കുവാനായി സാധിക്കും? വലിയ വേദന സമ്മാനിച്ച ജീവിത പങ്കാളിയെ ആയിരിക്കുന്ന അവസ്ഥ ഉൾക്കൊണ്ടു. എന്നാൽ പഴയ സാഹചര്യത്തിലൂടെ കടന്നു പോകാതെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിക്കുവാനായിട്ട്, വിശ്വസ്തയോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു എന്ന്. ആ സഹോദരി പറഞ്ഞു, ജീവിതത്തിലെ ആദ്യ നാളുകളിലൊക്കെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് സന്നദ്ധമാണെങ്കിലും ശരീരം പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. ആ സമയത്തൊക്കെ എൻ്റെ അഭയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക, ആ ആരാധനയുടെ മുമ്പിലിരുന്ന് ശക്തി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഓൺലൈനിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ ജീവിത സംഭവങ്ങൾ, പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്നും സ്വീകരിച്ച ശക്തിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തെ നേരിടാനും എന്നെ വേദനിപ്പിച്ച എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും കരുതാനും എനിക്ക് ശക്തി നൽകുന്നത് എന്ന്. ഇതാണ് ജീവിതം, ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വസ്തത, സ്നേഹമെന്ന് പറയുന്നത്. സന്തോഷമെന്നത് നിമിഷ രസങ്ങളല്ല, സമാധാനമാണ്. ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. ഈ സന്തോഷം എന്നത് അങ്ങാടിയിൽ കിട്ടുന്ന ഒന്നല്ല. സമ്മാന പൊതികൾ കിട്ടുമ്പോൾ തുറന്നു നോക്കുമ്പം സന്തോഷമാണ്. അത് നമ്മുടെ ഡോപ്പമിനെ ഉണർത്തും.
ഇനി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട വ്യക്തികളാണെങ്കിൽ ആ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഡോപ്പമിൻ കൂടുതലാണ്. അത് നൈമിഷിക സുഖങ്ങളൊക്കെ നൽകും. എന്നാൽ കുറച്ചു കഴിയുമ്പം അവ നൽകുന്ന കുറ്റബോധവും ജീവിതത്തിൻ്റെ നിയന്ത്രണം തന്നെ ആ വസ്തുക്കളൊക്കെ ഏറ്റെടുക്കുന്ന രീതിയുമൊക്കെ വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതരോടൊപ്പം ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഈ സന്തോഷം ലഭിക്കും. വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹിതരോട് ഫോണിൽ കൂടെ സംഭാഷണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ദുഃഖം മാറും, ഈ ഒരു സന്തോഷം നമുക്ക് ലഭിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുടെ മുൻപിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് വേദനകളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആശ്വാസം വലുതാണ്. അത് വിവരിക്കാൻ പറ്റുന്നതല്ല. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചറിയാറുണ്ട് എല്ലാ ദിവസവും. സ്നേഹമുള്ളവരെ, വിശ്വസ്തയോടുകൂടെ ആയിരുന്നാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഈ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനായി സാധിക്കും. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ട് ശ്രമിക്കാം.